എത്ര മനോജ്ഞം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലത്തെ ചിന്തകളുമായിട്ട് നിറയുവാനായിട്ട് ദൈവം ഒരു പുതിയ പ്രഭാതം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. അനുതാപത്തിന്റെ വഴിയിലൂടെ നടക്കുവാനും ദൈവത്തിന്റെ സ്നേഹത്തെ ഒരല്പം കൂടി ആഴത്തിൽ അറിയുവാനും ദൈവകൃപയിൽ ജീവിക്കുവാനുമായിട്ട് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ഒരു ദിനം. ലോകത്തിന്റെ 7 ഭൂഖണ്ഡങ്ങളിലുള്ള ലക്ഷോപലക്ഷം വിശ്വാസികള് പ്രാർത്ഥനയുടെ നിമിഷമായിട്ട് ഇതിനെ മാറ്റിയിരിക്കുകയാണ്. എല്ലാവരും ഒന്നു ചേർന്ന് കൂപ്പുകരങ്ങളോടെ ദൈവവചനത്തെ സ്വീകരിക്കുവാനും ദൈവവചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാനും ആഗ്രഹിച്ച് ഈ നിമിഷം ആയിരിക്കുകയാണ്. നമുക്കും ഒന്നു ചേരാം ഈ ശുശ്രൂഷയില്. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈശോനാഥ, നീ എനിക്ക് നൽകിയ ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് ഈ നിമിഷം ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രഭാത വിരുന്ന് ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ പോലെ വചനത്തെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട്, ദൈവവചനത്താൽ നിറയപ്പെട്ടുകൊണ്ട് വചനത്തെ ജീവിതത്തിൽ അനുഭവിക്കുവാനും വചനത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനുമുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നിയോഗങ്ങളുണ്ട്. ഇന്നേ ദിവസം വളരെ പ്രത്യേകമായിട്ട് മനസ്സാന്തരം ആവശ്യമുള്ള ഒരു വ്യക്തിയുടെ പേര് മനസ്സിൽ കൊണ്ടുവരിക. ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ആ വ്യക്തിയെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുക. ദൈവവചനത്തിന്റെ ശക്തിയാല് ഒരു മനസ്സാന്തരത്തിന്റെ അനുഭവവും ഒരു ദൈവസ്നേഹത്തിന്റെ കൃപയും ഈ വ്യക്തിക്ക് ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് പ്രത്യേകമായിട്ട് വിളിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇറങ്ങി ആവസിക്കണമേ. പെന്തക്കോസ്താ ദിനത്തിലെ പോലെ ഈ നിമിഷം ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ ഇറങ്ങി ആവസിക്കണമേ. അങ്ങയുടെ വചനത്തെ സ്വീകരിക്കുവാനായിട്ട് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ഹൃദയത്തെ സന്ധിബന്ധങ്ങളെയും മച്ചയും കീറിമുറിക്കുന്നതുമായ ഈ വചനത്തെ സ്വീകരിക്കുവാനായിട്ട്, ഈ വചനം തരുന്ന പൊരുളിനെ ജീവിതത്തിൽ ഗ്രഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് തീക്ഷ്ണതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൃക്ഷലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നീടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ, നിന്റെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിച്ചു വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലം നിനക്ക് കാലിടറിയത്. കുറ്റം ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ അടുക്കലേക്ക് തിരിച്ചു വരിക.
അവിടുത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ. നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ അധരഫലങ്ങൾ അവർ അർപ്പിക്കും. അസീറിയായ്ക്ക് ഞങ്ങളെ രക്ഷിക്കാനാവുകയില്ല. സവാരി ചെയ്യുവാൻ ഞങ്ങൾ കുതിരകളെ തേടുകയില്ല. ഞങ്ങളുടെ കരവേലകളെ ഞങ്ങളുടെ ദൈവമേ എന്ന് ഒരിക്കലും വിളിക്കുകയില്ല. അനാഥർ അങ്ങയിൽ കാരുണ്യം കണ്ടെത്തുന്നു. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഹോസിയ പ്രവാചകന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഈ നിമിഷം നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ തിരുവചന ഭാഗത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു അനുതാപവും നവജീവനും ദൈവം നൽകുന്നത്. ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിന്റെ പക്കലേക്ക് തിരിച്ചു വരിക. നിന്റെ നന്മയുടെ പ്രവർത്തികളെ ദൈവത്തിന് കൊടുത്തുകൊണ്ട് നിന്റെ തിന്മയായിട്ടുള്ളതിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്, നന്മയായിട്ടുള്ളതിനെ ദൈവത്തിന് കൊടുക്കുവാനും തിന്മയായിട്ടുള്ളതിനെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ നവീകരിക്കുവാനും നമുക്ക് സാധ്യമാകണം. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാം വാക്യം ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ഒരു ശുദ്ധീകരണത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുവാനായിട്ട്, ഒരു വിശുദ്ധീകരണം ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ ഒരു വിശുദ്ധീകരണത്തിന്റെ വഴി ദൈവം തുറന്നു കൊടുക്കുന്നുണ്ട്. അതിനെ എത്രമാത്രം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവുകയാണ്. നോമ്പിന്റെ ചൈതന്യം എന്ന് പറയുന്നത് അതുതന്നെയാണ്. നമ്മളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ ധരിക്കുവാനും യേശു ക്രിസ്തുവിനാല് ഒരു പുതുജീവനാല് നിറയപ്പെടുവാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം. പ്രിയമുള്ളവരെ, എവിടെയെല്ലാം പാപം കടന്നു വന്നോ അവിടെയൊക്കെ ജീവിതത്തിന്റെ തകർച്ചയും മരണവും കടന്നു വന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് തൊട്ട് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിക്കേ. ആദ്യ മാതാപിതാക്കള് പാപത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏതേൻ തോട്ടത്തിനുള്ള നന്മയുടെ ജീവിതം അവർക്ക് നഷ്ടമായി. അവര് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ വിലാപവും പല്ലുകടിയുമായിരുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? വീണ്ടും നമ്മൾ കാണുകയാണ്, ആബേലിനെ കായേൻ വധിക്കുകയാണ്. പലപ്പോഴും ഇത് തന്നെയാ ജീവിതത്തിലും സംഭവിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തില് പാപം തിന്മ കടന്നു വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഇടയില്, ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ പല്ലുകടിയും, ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഒരു കൊലപാതകത്തിന്റെ അവസ്ഥയും ജീവിതത്തിൽ സംഭവിക്കുന്നു. ദൈവം അവിടെ ഒരു രക്ഷയുടെ പദ്ധതി, ഒരു രക്ഷാകര പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. ദൈവം എപ്പോഴെല്ലാം മനുഷ്യൻ പാപത്തിലേക്ക് പോയോ അപ്പോഴെല്ലാം ആ മനുഷ്യനെ കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് രക്ഷയുടെ വഴികൾ ഒരുക്കി തരുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നോക്കിക്കേ. ധൂർത്തപുത്രൻ പാപത്തിൽ അടിമപ്പെട്ടു പോവുകയാണ്. അവൻ അവസാനം പന്നിക്കുഴിയിൽ എത്തിയപ്പോൾ വിശപ്പ് അവന്റെ ശരീരത്തെ കാർന്നു തിന്നുകയും ആ വിശപ്പിന്റെ കാർന്നു തിന്നല് അവന്റെ സുബോധത്തെ, അവന്റെ ബുദ്ധിയുടെ തലത്തെ ഉണർത്തുകയും ചെയ്തു. അവൻ തിരിച്ചു വരുമ്പോൾ വഴിയരികില് അവന് വേണ്ടി ഭവനത്തിന്റെ കവാടത്തിങ്കൽ കാത്തു നിൽക്കുന്ന പിതാവിനെ അവൻ കണ്ടുമുട്ടുകയാണ്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ്. പാപിനിയായ സ്ത്രീക്ക് അവൻ എവിടെയാ? ആ ഫരിസയ്യന്റെ ഭവനത്തില് ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവള് കരഞ്ഞുകൊണ്ട് വരികയാ. അവളോട് അവൻ പറയുന്നത് എന്താ? നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മേലിൽ പാപം ചെയ്യരുത്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് തമ്പുരാന്റെ ഈ സ്നേഹത്തിന്റെ അവസ്ഥ. ആ ഉച്ച വെയിലത്ത് ആ കിണറ്റിൻ കരയില് അവൾക്ക് വേണ്ടിയിട്ട് അവൻ കാത്തിരുന്നു. അവളുടെ ജീവിതത്തിലേക്ക് ഒരു പുതുജീവന്റെ അനുഭവത്തെ പ്രദാനം ചെയ്യുവാനായിട്ട് യേശുക്രിസ്തുവിന് സാധിച്ചു. അതുകൊണ്ടല്ലേ അവൾ പട്ടണത്തിൽ ചെന്ന് പറഞ്ഞത്, ദേ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടി, നിങ്ങൾ വന്ന് കാണുവിൻ.
പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരു അനുരഞ്ജനത്തിന്റെ, ഒരു അനുതാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് സാധ്യമാകണം. അനുരഞ്ജനം, അനുതാപം എന്ന് പറയുന്നത് ഈ നോമ്പ് കാലത്ത് മാത്രമല്ല, മറിച്ച് ഈ നോമ്പ് കാലത്തിൽ ഒത്തിരി ആഴപ്പെട്ട് അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. കാരണം തമ്പുരാന്റെ രക്ഷാകര ചരിത്രത്തെ വളരെ ആഴമായിട്ട് തിരുസഭയും നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കത് പരിശോധിക്കുവാൻ സാധിക്കണം. എത്രമാത്രം തീക്ഷ്ണമായിട്ട് ഈ നോമ്പ് കാലത്തിൽ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു രക്ഷയുടെ അനുഭവത്തെ സ്വന്തമാക്കുവാൻ, ഒരു രക്ഷാകര പദ്ധതിയോട് എന്റെ ജീവിതത്തെ ചേർക്കുവാനായിട്ട് ഞാൻ തയ്യാറാകുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവം വെച്ചു നീട്ടുന്ന അനുഗ്രഹത്തിന്റെ അവസ്ഥയും അത് തന്നെയാ. അവന്റെ രക്ഷാകര പദ്ധതിയോട്, അവന്റെ രക്ഷാകര ജീവിതത്തോട് എന്റെ ജീവിതത്തെ എനിക്കൊന്ന് ചേർക്കുവാനായിട്ട് സാധ്യമാവുക, ഒന്ന് ചേർത്ത് വെക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിലും അത് തന്നെ നമ്മൾ കണ്ടുമുട്ടുന്നത്, നിന്റെ അകൃത്യത്തിന്റെ വഴികള്, നിന്റെ ജീവിതത്തിലുള്ള തിന്മയുടെ വഴികളൊക്കെ ഒന്ന് ഉപേക്ഷിക്കുവാനായിട്ട് ജീവിതത്തിൽ തയ്യാറാവുക. പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യൻ നോമ്പ് കാലഘട്ടത്തില് പലതും ഒഴിവാക്കുന്നുണ്ട്. ചിലര് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നു, ചിലര് വിനോദങ്ങൾ ഒഴിവാക്കുന്നു, ചിലര് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ അവസ്ഥകൾ ഒഴിവാക്കുകയാണ്. പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, നിന്റെ മനസ്സിന്റെ അകത്തളത്തിൽ നിന്ന് പാപത്തെയും തിന്മയെയും തിന്മയുടെ ജീവിത സാഹചര്യങ്ങളെയും ഒഴിവാക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ട്. പുറമേ നിന്നുള്ള ഒന്നും മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല, മറിച്ച് അവന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണെന്ന് വചനത്തിലൂടെ ഈശോനാഥൻ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയെ, നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അകത്തളത്തില് ഒരു വിശുദ്ധീകരണത്തിന്റെ അവസ്ഥയുണ്ടാകുവാനായിട്ട്, ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് ഒരു വിശുദ്ധിയുടെ നിറവിനെ കൊടുക്കാനായിട്ട് ജീവിതത്തിൽ പറ്റുന്നുണ്ടോ? ജീവിത സാഹചര്യങ്ങളിൽ വരുത്തുന്ന മാറ്റമല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ വരുത്തുന്ന ഒരു മാറ്റമാ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നതും അത് തന്നെയാ. നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അകത്തളത്തില് ഒരു മാറ്റം വരുത്തുവാനായിട്ട്, ഒരു മാറ്റത്തിന്റെ അനുഭവത്തെ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ള ദൈവജനമേ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് പുറമേ ഒരു മോടി പിടിപ്പിക്കല് നമുക്ക് പറ്റും, പുറമേ ഒരു മോടി പിടിപ്പിക്കല്, പുറമേ ഒരു അലങ്കാരത്തിന്റെ അവസ്ഥകൾ സൃഷ്ടിക്കുവാനായിട്ട്. പക്ഷേ ഹൃദയത്തിന്റെ ജീർണതയിൽ നിന്ന് ഒരു വിടുതൽ സ്വന്തമാക്കുവാനായിട്ട് എത്രമാത്രം സാധ്യമാവുകയാ. അവിടെ ഈശോനാഥൻ പറഞ്ഞു വെക്കുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയശുദ്ധി, നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ മുൻപില് ഒരു വിശുദ്ധിയോട് കൂടെ ആയിരിക്കുവാനായിട്ട് ജീവിതത്തിൽ പറ്റുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ആഴമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കുവാനായിട്ട് സാധിക്കണം. എത്രമാത്രം തീക്ഷ്ണതയോടുകൂടെ ദൈവത്തിന്റെ അടുത്തേക്ക് അടുക്കുവാനായിട്ട് ഈ നോമ്പ് കാലത്തില് എനിക്ക് സാധ്യമാക്കുന്നുണ്ട്. ഒരു വിശുദ്ധീകരണത്തിന്റെ നിറവിലൂടെ കടന്നു പോകുവാനായിട്ട് നമുക്കും സാധിക്കണം. അവിടെ ഹൃദയത്തിന്റെ ഒരു വിശുദ്ധിയുടെ നിറവൊക്കെ ഒന്ന് സ്വന്തമാക്കുവാനായിട്ട് ഈ നോമ്പിന്റെ ചൈതന്യത്തിലായിരുന്നു കൊണ്ട് നമുക്ക് സാധ്യമാകേണ്ടത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്: ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, ദൈവം നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ഒരു സ്വീകാര്യമായ ഒരു ബലി ജീവിതത്തിൽ കൊടുക്കുവാനായിട്ട്, ഹൃദയമാകുന്ന അൾത്താരയിൽ കൊടുക്കുവാനായിട്ട് സാധ്യമാകണം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ കൃത്യമായിട്ട് വചനത്തിൽ പറഞ്ഞു വെച്ചത്, നമ്മുടെയൊക്കെ ജീവിതത്തില് ഒരു അനുതാപവും ഒരു വിശുദ്ധിയും സ്വന്തമാക്കണം. പ്രിയമുള്ളവരെ, ഈ ഒരു അനുതാപം ഉള്ളിടത്ത് മാത്രമേ ഒരു വിശുദ്ധിയുടെ നിറവ് സാധ്യമാകത്തുള്ളൂ. ഒരു അനുതപിക്കുന്ന ഹൃദയം, ഒരു നുറുങ്ങിയ ഹൃദയം, ആ ഹൃദയത്തോടു കൂടെ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനായിട്ട്, ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയപ്പെടുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയപ്പെടണമെങ്കിൽ എന്റെ മനസ്സിലുള്ള ഒരു വിശുദ്ധിയെ എനിക്ക് സ്വന്തമാക്കി വെക്കുവാനായിട്ട് സാധിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വിശുദ്ധി. ഇന്ന് പലപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയാ നോമ്പ് കാലത്ത് സ്വന്തമാക്കുവാനായിട്ട് ഓരോ വ്യക്തിയും പരിശ്രമിക്കുന്നത്.
ഓരോ വ്യക്തിയും താങ്കൾ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയെ സ്വന്തമാക്കുവാനായിട്ട് പരിശ്രമിക്കുക. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധി. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 22-ാം വാക്യം ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്: അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. ഇപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധി, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിശുദ്ധിയുടെ നിറവിലായിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തെ നിറയപ്പെടുവാനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ, എത്രമാത്രം അനുതപിക്കുന്ന ഒരു ഹൃദയം എനിക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അനുതാപത്തിന്റെ ഒരു വഴിയിലേക്ക് ജീവിതത്തിൽ ചെന്നെത്തുവാനായിട്ട് ഒരു അനുതപിക്കുന്ന ഒരു ഹൃദയത്തോടു കൂടി ആയിരുന്നു കൊണ്ട് ദൈവത്തിന്റെ മുൻപില് പ്രീതികരമായ ഒരു ബലി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു വലിയ ചിന്തയാണ്. അനുതപിക്കുന്ന ഒരു ഹൃദയത്തോടു കൂടെ ദൈവത്തിന്റെ മുൻപിൽ ആയിരിക്കുവാനായിട്ട്. ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ പ്രഭാതത്തിലെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരാണ്. ഇന്നേ ദിവസം നമ്മൾ ഏതെങ്കിലും സമയം ദിവ്യബലിയിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് നമ്മൾ കടന്നു ചെല്ലുകയും ചെയ്യും. ഈ നോമ്പ് കാലഘട്ടത്തില് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്തുമാത്രം അനുതാപത്തിന്റെ ഒരു ഹൃദയത്തോടു കൂടെ ഇയാൾ താരയുടെ മുൻപിലേക്ക് ചെന്നെത്തുവാനായിട്ട് എനിക്ക് സാധ്യമാകുന്നുണ്ട്. വചനം എന്താ എന്നോട് പറയുന്നത്? നിന്റെ സഹോദരന് നിന്നോടൊരു വിരോധമുണ്ടെന്ന് തോന്നിയാല് നിന്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനുമായിട്ട് രമ്യതപ്പെടുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക. അനുതാപത്തിന്റെ ഒരു ഹൃദയത്തോടു കൂടെ ദൈവത്തിന്റെ അടുത്തേക്ക് അടുക്കുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാവുക. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കൊന്ന് പരിശോധിക്കുവാൻ സാധിക്കണം എത്രമാത്രം ആഴമായ ഒരു അനുതാപത്തിന്റെ ഹൃദയം, ഒരു അനുരഞ്ജനത്തിന്റെ അവസ്ഥയെ മനസ്സിൽ സ്വന്തമാക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഒരു അനുതാപത്തിന്റെ ഹൃദയം, ഒരു അനുരഞ്ജനത്തിന്റെ ദൈവസ്നേഹം അനുഭവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന്. ഉദയേ പക്ഷികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ. സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ ആബാ പിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഒരു നിമിഷം കരങ്ങളെ കൂപ്പി നമുക്കും പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, നിന്റെ തിരുസന്നിധിയില് ഇന്ന ദിവസത്തെ എന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു കൃപയുടെ അഭിഷേകം എന്റെ ജീവിതത്തിലേക്ക് നൽകണമേ. ഒരു അനുതാപത്തിന്റെ ഹൃദയത്തോടു കൂടെ ആയിരിക്കുവാൻ, ഒരു അനുരഞ്ജനത്തിന്റെ സ്നേഹത്തെ അനുഭവിക്കുവാൻ കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെടുന്ന ശുശ്രൂഷയെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഇന്നേ ദിവസത്തെ എൻ്റെ ജീവിതയാത്രയില് സഹരക്ഷകയായിട്ട്, നിത്യസഹായിനിയായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം തേടാം. നമ്മുടെ പേരിന് കാരണബോധനായ വിശുദ്ധന്റെ വിശുദ്ധയുടെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് തേടാം. നമ്മുടെ ഇടവക മധ്യസ്ഥയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അവര് ജീവിച്ചതുപോലെ ഒരു വിശുദ്ധിയുടെ വഴിയെ
സഞ്ചരിക്കുവാനുള്ളൊരു കൃപ അവരുടെ മധ്യസ്ഥതയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് ദൈവം നമുക്ക് നൽകിയ നമ്മുടെ കാവൽ മാലാഖായുടെ സംരക്ഷണം തേടാം. ഒരു വിധത്തിൽ അശുദ്ധിയും ഇന്നേ ദിവസം എന്റെ ഹൃദയത്തിൽ പ്രവേശിക്കാതെ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള ദൈവജനമേ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഡിവൈൻ മരിയ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് രാപകൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. അവരുടെ നിയോഗങ്ങളെയും അവരെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഗുഡ്നസ് ചാനലില് ശുശ്രൂഷ ചെയ്യുന്ന മക്കളുണ്ട്. അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ സഹനത്തിൻ തീച്ചൂളനടുവിൽ എൻ ജീവിതം കത്തിയെരിയുമ്പോൾ, സഹനത്തിൻ തീച്ചൂളനടുവിൽ എൻ ജീവിതം കത്തിയെരിയുമ്പോൾ, കാരുണ്യമേറും നിൻ കരം നീട്ടി കനിവോടെ എന്നെ രക്ഷിച്ചിടൂ. അമ്മേ അമ്മേ മരിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്മേ അമ്മേ മരിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്മേ നാഥേ കരുണ തൻ തായേ. നമ്മൾ പ്രത്യേകമായിട്ട് തിരുസഭയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. മാർപ്പാപ്പായിൽ നിന്ന് മെത്രാന്മാരിലേക്ക്, മെത്രാന്മാരിൽ നിന്ന് വൈദികരിലേക്ക് ഒഴുകിയിറങ്ങുന്ന അപ്പസ്തോലിക പാരമ്പര്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആശീർവാദം സ്വീകരിക്കുക. നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഈ സമയം അശുദ്ധമായിട്ട് സകലതും എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, തീക്ഷ്ണതയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്നേ ദിവസം
നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ദൈവകൃപ സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പുകാലത്തിൽ ഇന്നേ ദിവസം ദൈവാനുഗ്രഹത്തിന്റെ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.